Hi all of you. Today we will discuss how we can form the equation of motion of an atwood machine using Lagrangean method. So atwood machine, here we know two masses are connected with a pulley by means of a massless spring, not spring, it is string, and the masses are m1 and m2. The whole length of the string is small letter L, and the m1 is at a distance x from the pulley, then the m2 mass is at a distance L minus x distance from the pulley. Okay, the total length of the string is small letter L, and if the distance of m1 is at a distance x from the center of the pulley, then it will be L minus x at the other side, which connects the string up to m2. Okay, so it is an example of a conservative system with the holonomic constraint. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ വീഡിയോയിൽ ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്താണ്, നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്താണെന്നൊക്കെ പറഞ്ഞതാണ് അല്ലേ. ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വാളിറ്റി സൈനോടുകൂടി നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ഹോളോണോമിക്. നോൺ ഇക്വാളിറ്റി ആണെങ്കിൽ അത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ്. സോ ഇവിടെ ഒരു പുള്ളിയായിട്ട് ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഇവിടുത്തെ ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. പുള്ളി വളരെ സ്മോൾ ആണ്, നമ്മളൊരു വലിയ പുള്ളിയായിട്ടൊന്നും അല്ല ഇതിനെ ചെയ്യുന്നത്. പുള്ളി ഈസ് സോ സ്മോൾ ആൻഡ് മാസ്ലെസ് ആൻഡ് ഫ്രിക്ഷൻലെസ്. പിന്നെ പുള്ളിയിൽ എന്തില്ല, ഫ്രിക്ഷൻ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് കണ്ടീഷൻസ് വി ആർ ഇംപ്ലൈയിങ് ടു എന്തിനു വേണ്ടിയിട്ട്, ടു ഹാവ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദിസ് atwood മെഷീൻ. ഈ രണ്ട് മാസസിനെ നമ്മൾ m1 എന്നും m2 എന്നും എടുക്കുകയാണ്. ആൻഡ് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണ്, അതായത് ടെൻഷൻ ഇല്ല. ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ടെൻഷൻ ഇല്ല എന്നല്ല, ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്, ഇതിനെ വലിയില്ല. സപ്പോസ് എക്സ് ബി ദ വേരിയബിൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അത് നമ്മൾ പറഞ്ഞു. m1 എക്സ് ഡിസ്റ്റൻസ് അകലത്തിലും ഫ്രം ദ പുള്ളി, ആൻഡ് m2 L minus x ഡിസ്റ്റൻസ് ഫ്രം ദ പുള്ളി. സോ വാട്ട് യു വോണ്ട് ദെൻ, ലഗ്രാഞ്ചിയസ് ഇക്വേഷനിൽ നമുക്കറിയാം ആദ്യം എല്ല് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എല്ല് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ടി മൈനസ് വി ആണ് എല്ല് എന്ന് പറയുന്ന ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ടി എന്താണ്, കൈനറ്റിക് എനർജിയാണ്, ആൻഡ് വി എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം വി നീഡ് എ വെലോസിറ്റി. അപ്പൊ m1ന്റെ കൈനറ്റിക് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വി നീഡ് v1, ആൻഡ് m2ന്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വി നീഡ് v2. ഓക്കെ, സോ നമുക്കറിയാം v1 ഉം v2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്. സോ v1 is equal to dx by dt, which can be represented as x dot, because x is the independent coordinate. Only independent coordinate here we used is x. അപ്പോൾ v1 എന്ന് പറയുന്നത് x മാത്രമാണ് ഇവിടുത്തെ കോർഡിനേറ്റ്, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു x dot. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു x dot. ആൻഡ് v2 നമുക്ക് എങ്ങനെ എടുക്കാം, d by dt of L minus x. L എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ടൈമിനനുസരിച്ച് മാറുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. ബട്ട് എന്ത് ചേഞ്ച് ചെയ്യും, L minus x ചേഞ്ച് ചെയ്യാം, ബിക്കോസ് x ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് എക്സും ചേഞ്ച് ചെയ്യും, L minus xും ചേഞ്ച് ചെയ്യും. സോ L minus xനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇറ്റ് ബിക്കം മൈനസ് എക്സ് ഡോട്ട്, കാരണം L 0 ആണ്. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ഡോട്ട് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും v2 എന്ന് പറയുന്നത് മൈനസ് എക്സ് ഡോട്ടും v1 എന്ന് പറയുന്നത് എക്സ് ഡോട്ടും ആണ് അല്ലെ. അപ്പൊ ഒന്ന് മേളിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വെലോസിറ്റി എങ്കിൽ അടുത്തത് എങ്ങോട്ടേക്ക് പോകും, താഴേക്ക് പോകും. അതാണ് ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് ഇവിടെ നമ്മൾ വെലോസിറ്റിയുടെ ഡിറക്ഷൻ മാത്രമാണ് ഇവിടെ നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുക. m1 എന്ന് പറയുന്നത് താഴേക്കാണ് വരുന്നതെങ്കിൽ m2 മുകളിലേക്കായിരിക്കും പോവുക. സോ v1 v2 ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കുക. സോ നൗ വി നീഡ് ദ കൈനറ്റിക് എനർജി. നമുക്കറിയാം രണ്ട് വെലോസിറ്റി ഹാഫ് എം v1 സ്ക്വയർ പ്ലസ് ഹാഫ് എം v2 സ്ക്വയർ ആണ് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ v1 v2ന്റെ ഡിസ്റ്റൻസ് ഡയറക്ഷൻ മനസ്സിലാക്കാൻ മാത്രമാണ് നെഗറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വി ഓൾവേസ് ആഡ് അപ്പ്. സോ ഹാഫ് m1 into s dot square
plus half m2 into x dot square. ഇവിടെ നെഗറ്റീവ് എക്സ് ഡോട്ട് സ്ക്വയർ, നെഗറ്റീവ് എക്സ് ഡോട്ടിൻ്റെ സ്ക്വയർ എടുത്താലും അത് പോസിറ്റീവ് എക്സ് ഡോട്ട് സ്ക്വയർ ആയിരിക്കും വരിക. അപ്പോൾ മാത്തമെറ്റിക്കലി ആണെങ്കിൽ കൂടി നമ്മൾ ഈ v2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ബോത്ത് ബിക്കം പോസിറ്റീവ് ആൻഡ് കൈനറ്റിക് എനർജി ഗെറ്റ് ആഡഡ് അപ്പ്. അപ്പോൾ ഹാഫ് m1 into x dot square plus half m2 into x dot square which will be half m1 m2 plus x dot square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? t കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? പൊട്ടൻഷ്യൽ എനർജിയാണ് വേണ്ടത്. നമുക്കറിയാം mgh ആണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓർ നമുക്ക് ഇവിടെ പുള്ളിയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എടുക്കുകയാണെങ്കിൽ ആസ് യു നോ പിന്നെ 2 മാസും പുള്ളിയിൽ നിന്നും താഴേക്കാണ്, നെഗറ്റീവ് ഡിറക്ഷനിലേക്കാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് m1gx മൈനസ് m2g ഇൻറ്റു l മൈനസ് എക്സ്. ബോത്ത് ആർ ഇൻ ദ നെഗറ്റീവ് ഡിറക്ഷൻ ഫ്രം ദ റെഫറൻസ് പോയിന്റ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജിക്ക് 2 സ്ഥലത്തും വന്നത്. വിത്ത് റെസ്പെക്ട് ടു പുള്ളിയാണ് വി ആർ കൺസിഡറിങ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് m1 ആൻഡ് m2. ദെൻ ബോത്ത് വിൽ ബിക്കം നെഗറ്റീവ്. സോ മൈനസ് m1gx മൈനസ് m2g ഇൻറ്റു l മൈനസ് എക്സ് അല്ലേ? mgh ആണ്. അപ്പോൾ എച്ചിന് വരെ ആ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പുള്ളി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വൺസ് വി ഗെറ്റ് ടി ആൻഡ് ക്യാപിറ്റൽ വി ക്യാൻ കാൽക്കുലേറ്റ് ലഗ്രാഞ്ചിയൻ l is equal to t minus v അല്ലേ? അപ്പോൾ ഹാഫ് m1 ഇൻറ്റു m2 ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ ടി മൈനസ് വി അല്ലേ? അപ്പോൾ ഇവിടുത്തെ 2 നെഗറ്റീവും പോസിറ്റീവായി മാറും. പ്ലസ് m1gx പ്ലസ് m2 ഇൻറ്റു g ഇൻറ്റു l മൈനസ് എക്സ് എന്നാവും. ഇനി നമുക്ക് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഫോം ചെയ്യാൻ നമുക്കറിയാം d by dt ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. സോ അവിടെ നമ്മൾ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ടും കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ എൽ ബൈ ഡോ എക്സും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ ടേമിൽ എക്സ് ഡോട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ m1gxും m2g ഇൻറ്റു l മൈനസ് എക്സും രണ്ടും ഡെറിവേറ്റീവ് 0 ആയി പോകും. ഓൺലി ദ ടേം containing x dot is the first one. So we need to find out the partial derivative only the first partial derivative of the first term only. അപ്പോൾ ഇവിടെ എന്ത് വരും? x dot സ്ക്വയറിൻ്റെത് 2 ഇൻറ്റു എക്സ് ഡോട്ട് എന്ന് വരും. അപ്പോൾ ഈ 2ഉം ഈ ഹാഫും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് m1 പ്ലസ് m2 ഇൻറ്റു എക്സ് ഡോട്ട് എന്ന് മാത്രം വരും. ആൻഡ് ഡോ എൽ ബൈ ഡോ എക്സ് എന്ത് വരും? അപ്പോൾ ഈ ഫസ്റ്റ് ടേം എന്താവും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 0 ആയി പോകും. ശരിയല്ലേ? ഫസ്റ്റ് ടേം എക്സ് ഡോട്ട് മാത്രമാണുള്ളത്, അതുകൊണ്ട് അത് 0 ആയി പോവും. അപ്പോൾ പിന്നെ കാണേണ്ടത് നമ്മൾ എന്താണ്? ഈ ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഈ m1gx പ്ലസ് m2g ഇൻറ്റു l മൈനസ് എക്സിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്? എക്സ് 1 ആയി പോവും. ഇവിടെ ആണെങ്കിലോ m2 ഇൻറ്റു g ഇൻറ്റു l 0 ആയി പോവും. നെക്സ്റ്റ് മൈനസ് m2 ഇൻറ്റു g ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ ആ എക്സിൻ്റെ 2 ഡെറിവേറ്റീവ് 1 ആയി പോകുന്നതുകൊണ്ട് നമുക്ക് ഡോ എൽ ബൈ ഡോ എക്സ് m1 മൈനസ് m2 ഇൻറ്റു ജി എന്ന് കിട്ടും. മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഡോ എൽ ബൈ ഡോ എക്സ് ഇവിടെ എക്സ് ഓൾറെഡി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 ആവും. ഇവിടെ സെക്കൻഡ് ടേം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ m2 ഇൻറ്റു ജി ഇൻറ്റു എൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് 0 ആയി പോവും. ഇത് മൈനസ് വരും. മനസ്സിലാവുന്നോ? അത് എക്സിൻ്റെത് 1 ആയി പോകും. ഇപ്പോൾ ജി കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ m1 മൈനസ് m2 ഇൻറ്റു ജി എന്ന് പറയുന്നത് മാത്രമാവും ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നമ്മൾ ഇത് ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് m1 പ്ലസ് m2 ഇൻറ്റു എക്സ് ഡോട്ടിന്റെ ഡെറിവേറ്റീവ് വിച്ച് വിൽ ബിക്കം എക്സ് ഡബിൾ ഡോട്ട് ആവും. കണ്ടോ? എക്സ് ഡോട്ട് ആണ് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ടിൻ്റെത്. അതിന് ഡി ബൈ ഡി ടി എടുക്കുമ്പോൾ എക്സ് ഡോട്ട് എന്നുള്ളത് എക്സ് ഡബിൾ ഡോട്ട് ആവും. അതായത് നമുക്കറിയാം a single dot will considered as first derivative of the coordinate and double dot will give you the second derivative of the coordinate. അപ്പോൾ x എന്ന് പറയുന്ന കോർഡിനേറ്റിന്റെ ഡബിൾ ഡോട്ട് എടുത്താൽ it means that time derivative of
the del by dou x dot ആണ് ഇവിടെ x double dot into m1 plus m2 എന്ന് എടുത്തേക്കുന്നത്. അടുത്ത ഡോയിൽ ബൈ ഡോ എക്സ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നു -m1 -m2 ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 0. അതിനകത്തുനിന്ന് നമ്മൾ m1 പ്ലസ് m2 കൊണ്ട് ഹോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്തിട്ട് ഈ നെഗറ്റീവ് എന്നുള്ള ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പം എന്ത് വരും? അല്ലെങ്കിൽ ഇതിനെ 2 സ്റ്റെപ്പായിട്ട് എഴുതിയാലും മതി. m1 പ്ലസ് m2 ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ഇൻറ്റു ജി എന്നെഴുതാം. x double dot is equal to m1 minus m2 divided by m1 plus m2 into g എന്ന് എഴുതാം, which is the desired equation of motion. ഇതിനെയാണ് നമ്മൾ equation of motion of atwood machine എന്ന് പറയുന്നത്. ഇനി m1 m2നേക്കാളും ഗ്രേറ്റർ ആവുകയാണ് എങ്കിൽ അപ്പോൾ ആലോചിച്ച് നോക്കിയേ, എങ്ങോട്ടായിരിക്കും മോഷൻ എന്ന് പറയുന്നത്? m1 പിന്നെ എന്ത് ചെയ്യും? m1 എവിടെയാണോ ഹെവി അത് താഴേക്ക് പോകും. ഡിസെൻസ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ താഴേക്ക് പോകും. ഏതാണോ ഹെവി അതെന്ത് ചെയ്യും? താഴേക്ക് പോകും. m1 is less than m2 then m1 ascent with കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ലേ? m1 കുറവാണെങ്കിൽ അത് മുകളിലേക്ക് പോകും, m1 കൂടുതലാണെങ്കിൽ അത് താഴേക്ക് വരും. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ ടെൻഷൻ ഇൻ ദ റോപ്പ്, ദ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻ is not seen anywhere in Lagrangean formulation. നമ്മൾ ന്യൂട്ടോണിയൻ മോഷനിലെ പോലെ അതാണ് ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ന്യൂട്ടോണിയനും ലഗ്രാഞ്ചിയനും തമ്മിലുള്ള ന്യൂട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ചാണെങ്കിൽ നമുക്കിതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാം. പക്ഷെ അവിടെ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻ കൺസിഡർ ചെയ്യണം, ടെൻഷൻ ഓഫ് ദ റോപ്പ് കൺസിഡർ ചെയ്യണം, അത് എങ്ങോട്ടൊക്കെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ഗ്രാമാറ്റിക്കലി വി ഹാവ് ടു കൺസിഡർ ഓൾ സോർട്സ് ഓഫ് ഫോഴ്സ്, ഈച്ച് ആൻഡ് എവറി സ്മോൾ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻ ഇൻ ഫോർമുലേറ്റിംഗ് ദിസ് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസിങ് ന്യൂട്ടോണിയൻ മെക്കാനിസം. സോ ദിസ് ഇസ് ദ കമ്പാരിസൺ. നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട് കമ്പാരിസൺ ഓഫ് ലഗ്രാഞ്ചിയൻ ആൻഡ് ന്യൂട്ടോണിയൻ ഇൻ കേസ് ഓഫ് അറ്റ്വുഡ് മെഷീൻ, കോമ്പൗണ്ട് ബാർ പെൻഡുലം, സിമ്പിൾ പെൻഡുലം എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് അവിടുത്തെ എന്താണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ന്യൂട്ടോണിയൻ ഇക്വേഷൻ, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ടീഡിയസ് പ്രോസസ്. ബിക്കോസ് എന്താണ്, വി ഹാവ് ടു കൺസിഡർ ഈച്ച് ആൻഡ് എവറി ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ആസ് വെൽ ആസ് എവറി ഫോഴ്സസ് connected to this atwood machine for the formulation of equation of motion, and the Lagrangean formulation made easy the process very much എന്നുള്ളതാണ് അവിടുത്തെ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.